ഹായ് സുഹൃത്തുക്കളെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിശദമായിട്ടുള്ള എംപ്ലോയ്മെന്റ് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, അതായത് RRB JE, അതുപോലെ തന്നെ RRB CMA തുടങ്ങിയ പരീക്ഷകളുടെ ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നമ്മളത് ഈ ചാനലിലൂടെ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് വന്നതായിട്ട്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ RRBകളിൽ എത്രയൊക്കെ വേക്കൻസികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടീസിൽ ഉള്ളത്. നമ്പർ 03/2024 എന്നാണ് നമ്മുടെ ഈ ഒരു ഇത്തവണത്തെ RRB JEയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 21ഓളം RRBകളുണ്ട് രാജ്യത്ത്, 21ഓളം RRBകളുണ്ട്. അപ്പോൾ ഓരോ RRBയിലും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികളാണുള്ളത്. ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികളാണുള്ളത്. അപ്പോൾ ആ വേക്കൻസികളുടെ ചാർട്ട് ഈ ഒരു നോട്ട്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. RRBകളുടെ ഏതെങ്കിലും ഒരു RRBയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാൻഡിഡേറ്റിന് ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണേൽ ജമ്മു കാശ്മീരിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സിലിഗുരിയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരിടത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു എംപ്ലോയ്മെന്റ് നോട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. എന്നിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 30 മുതൽ, ഈ മാസം അവസാനം മുതൽ ജൂലൈ 30 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 29 വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാസം സമയമുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഒരു മാസം സമയമുണ്ട്. ദെൻ അതിനുശേഷം ഇതിന് രണ്ട് പോസ്റ്റുകൾ ഇതൊക്കെയാണ്. കെമിക്കൽ സൂപ്പർവൈസർ, റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്നുള്ളതാണ് ഒരു പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റുകൾ അതായത് സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ, പേ സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ ലെവൽ 6 പേ സ്കെയിൽ വരുന്ന ജൂനിയർ എഞ്ചിനീയർ, അതായത് JE, ദെൻ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട്, ദെൻ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ CMA. ഇതാണ് ടൈപ്പ് ഓഫ് പോസ്റ്റ്. ഏജ് ലിമിറ്റ് കഴിഞ്ഞ തവണ വരെയൊക്കെ 33 വയസ്സായിരുന്നു ജനറൽ കാറ്റഗറിക്ക്. ഇത്തവണ അത് 36 വയസ്സായിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതായി പോയി. അതായത് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരെയും കൂടെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് 36 വയസ്സ് വരെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറഞ്ഞതുപോലെ ജൂനിയർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾക്ക് 7934 വേക്കൻസികളുണ്ട്. അപ്പോൾ ഓരോ RRBയിലും എത്ര വേക്കൻസികൾ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ അടുത്തുള്ള ചെന്നൈ ആണെങ്കിലും തിരുവനന്തപുരമാണ് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അടുത്തുള്ള RRB ഏതാണ്, കേരളത്തിലുള്ള RRB ഏതാണ്, തിരുവനന്തപുരമാണ്. പിന്നെ നമ്മുടെ അടുത്ത് ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇവിടെയൊക്കെ എത്രയാണ് വേക്കൻസികൾ, അൺറിസർവ്ഡ് വേക്കൻസികൾ എത്ര ഉണ്ട്, അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര വേക്കൻസികളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ അപ്പോൾ നിങ്ങളിതൊന്ന് വിശദമായിട്ട് വായിച്ച് നോക്കണം. ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അവിടെ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഇത് വലിയൊരു ഡോക്യുമെന്റ് ആണ്, ഒരുപാട് പേജുകളുള്ള വലിയ ഡോക്യുമെന്റ് തന്നെയാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വിശദമായിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്സായ ശേഷം മാത്രമേ നമുക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ, RRB ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് പല സ്ട്രീമുണ്ട്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സ്ട്രീമുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സും ഉണ്ട്. അപ്പോൾ അതിൽ വിവിധ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക്, അതുപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പഠിച്ചവർക്ക്, അങ്ങനെ കുറെ സെറ്റ് ഓഫ് കോഴ്സുകളുണ്ട്. അത് വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഡോക്യുമെന്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മൾ ഇറങ്ങിയ ഷോർട്ട് നോട്ടീസിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഉള്ള ആ നിശ്ചിത യോഗ്യതയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിൽ ഒന്നുകിൽ RRB JE ആണെങ്കിൽ, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ ഡിപ്ലോമയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 3 വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സ്ട്രീമിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ട് BTech ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷ 2 ഘട്ടമാണ്. CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, അത് പാസ്സാവുന്നവർ CBT 2 എഴുതണം. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട്. അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക. ദെൻ നാഷണാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പണ്ട് 33 വയസ്സ് വരെ ആയിരുന്നു, പക്ഷേ ഇത്തവണത്തെ പുതിയ CENൽ അത് 36 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അൺറിസേർവ്ഡ് ജനറൽ കാറ്റഗറി ആണെങ്കിലും EWS ആണെങ്കിലും നിങ്ങളുടെ
നിങ്ങൾ 2/1/1989 ശേഷം ജനിച്ചവരായിരിക്കണം. EWS അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ. ഇനി OBC NCL സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവരായിരിക്കണം. മാക്സിമം 2007 മുന്നേ ജനിച്ചവരായിരിക്കണം. അതിനുശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഈ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഫീ ഇതിനുണ്ട്, 500 രൂപ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. റിസർവേഷൻ കാറ്റഗറീസിനൊക്കെ ആപ്ലിക്കേഷൻ ഫീയിൽ കുറവുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. വളരെ കുറേ അധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് പാസ് ആവുന്നവരെയാണ് ഇതിലേക്ക് എടുക്കുക, സെക്കൻഡ് സ്റ്റേജിലേക്ക് എടുക്കുക. ഇനി സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് എത്ര പേരെ എടുക്കുമെന്ന് ചോദിച്ചാൽ ആകെയുള്ള വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെയാണ് സെക്കൻഡ് സ്റ്റേജ് CBTയിലേക്ക് എടുക്കുക. ഇപ്പോൾ ആകെ വേക്കൻസി 100 വേക്കൻസി ഉണ്ടെങ്കിൽ 1500 പേരെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1500 പേരെ CBT 2ലേക്ക് അവർ സെലക്ട് ചെയ്യും. അത് CBT 1ൽ നിന്ന് ജയിക്കുന്നവരെയാണ് CBT 2ലേക്ക് എടുക്കുക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇത്രയും കടമ്പകൾ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മൾ ഇതിന് അതിൽ ടോപ്പ് വരുന്ന ആളുകളെയാണ് അപ്പോയിന്റ്മെന്റ് നടത്തുക. CBT 1ൽ 90 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. 100 ചോദ്യങ്ങളുണ്ട്. 90 മിനിറ്റ്, 1.5 മണിക്കൂർ പരീക്ഷയാണ്. എലിജിബിൾ ആയിട്ടുള്ള ഭിന്നശേഷി കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ് വരെ കിട്ടും. ദെൻ സെക്കൻഡ് സ്റ്റേജ് CBT ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് CBTയുടെ സിലബസും വളരെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്ക്, ജനറൽ അവയർനെസ് 15, ജനറൽ സയൻസ് 30 മാർക്ക്. അങ്ങനെയാണ് 100 ചോദ്യങ്ങൾ വരിക. 90 മിനിറ്റ് ആണ് സമയം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സെക്കൻഡ് സ്റ്റേജ് CBT എന്ന് പറഞ്ഞാൽ 120 മിനിറ്റിന്റെ പരീക്ഷയാണ്. 2 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഭിന്നശേഷിക്കാർക്ക് 160 മിനിറ്റ് കിട്ടും. ആകെ 150 ചോദ്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജ് CBTയിലുള്ളത്. അതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ പറയുന്നുണ്ട്. 50 മാർക്ക് കോമൺ ആണ്. 50 മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ജനറൽ അവയർനെസ് വരും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരും. 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് നിലവാരമുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ വരും. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ വരും. ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് പിന്നീടുള്ള 100 മാർക്ക് എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ്സിന് 15, ഫിസിക്സിനും കെമിസ്ട്രിക്കും. നമ്മുടെ CBT 1ൽ ബയോളജിയും കൂടെ വരും. പക്ഷേ CBT 2ൽ ബയോളജി ഇല്ല, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉള്ളൂ. അതിന് 15 മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് അതിനും 10 മാർക്ക്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റിന് 10 മാർക്ക്. ദെൻ ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ബ്രാഞ്ച് ആണോ അതാണ് ടെക്നിക്കൽ എബിലിറ്റി. നിങ്ങളിപ്പോൾ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് 100 മാർക്കിന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സബ്ജക്ട് ചോദിക്കുന്നത് എവിടെയാണ്? അത് എപ്പോഴും CBT 2ലാണ്. CBT 1ൽ നമ്മുടെ കോർ ഏരിയയിൽ നിന്നുള്ള സബ്ജക്റ്റ് ഇല്ല. പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ, നമ്മളിപ്പോൾ ഈ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ CBT 2ന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം CBT 1നും 2നും ഇടയ്ക്ക് ഒരു 2-3 മാസത്തെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ 100 മാർക്ക് കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുക. അതെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷന്, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ദെൻ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം. അപ്പോൾ ഇത്രയും സ്ട്രീമുകൾ പഠിച്ച ആളുകൾക്ക് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും പെടുന്ന പോസ്റ്റുകളുണ്ട്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റുകളുണ്ട്. അതായത് ഗ്രൂപ്പുകളുമായിട്ട് അലൈൻ ചെയ്ത് വരും. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷനോ, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് വരും, ഇൻസ്ട്രുമെന്റേഷൻ വരും, കമ്മ്യൂണിക്കേഷൻ വരും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ഇതിൽ തന്നെയാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ തന്നെയാണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് വരും, IT വരും, അതിന്റെ കോമ്പിനേഷൻ. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിലും പിന്നെ അതിന്റെ മറ്റെന്തെങ്കിലും കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ അത്. CMA കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതണമെങ്കിൽ, ആ ഗ്രൂപ്പിൽ പരീക്ഷ എഴുതണമെങ്കിൽ BSc കെമിസ്ട്രി ആൻഡ് BSc ഫിസിക്സ് അതിലേതെങ്കിലും ഒന്നുണ്ടാവണം. ദെൻ പിന്നീട് പറയുന്നത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, അത് കെമിക്കൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ നമ്മുടെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിലെ യോഗ്യതയാണ് അതിന് വേണ്ടത്. ദെൻ അതിനുശേഷം നോർമലൈസ് ചെയ്യും. വിവിധ സ്റ്റേജുകളിലായിട്ട് നടത്തുന്നതിനെ നോർമലൈസ് ചെയ്തൊക്കെയാണ് മാർക്കുകൾ എടുക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഓൺലൈനിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ എല്ലാം പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിശദമായിട്ട് നമ്മളോട് ചർച്ച ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വേക്കൻസിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ
വേക്കൻസികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിവിധ ഏതൊക്കെയാണ് ഒഴിവുകളുള്ളത്, ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഒഴിവുകളുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വേക്കൻസി ടേബിളാണ് ഇനി നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 21 RRB ഉണ്ട്. ഏതെങ്കിലും ഒരു RRBയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അടുത്തുള്ള RRBകളുടെ കേസ് നമുക്കൊന്ന് എടുക്കാം. നമ്മുടെ അടുത്തുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് RRB ബംഗളൂരു നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇത് അൺറിസർവ്ഡ് ആണ് ഈ കിടക്കുന്നത് 4 വേക്കൻസി എന്നുള്ളത്. അങ്ങനെ നോക്കുക, ആദ്യത്തത് അൺറിസർവ്ഡ്, പിന്നെ SC, പിന്നെ ST, OBC, EWS, ടോട്ടൽ, പിന്നെ എക്സ് സർവീസ്മാൻ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അൺറിസർവ്ഡ് നോക്കുകയാണെങ്കിൽ 4 വേക്കൻസി. അങ്ങനെ ഓരോന്നിനും ഓരോ പോസ്റ്റിലേക്കും വേക്കൻസികൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ അത് പറയുമ്പോൾ 44 അൺറിസർവ്ഡ് വേക്കൻസി ഉണ്ട്. SCക്ക് 16, ST 7, OBC 25, EWS 10, ടോട്ടൽ 102 വേക്കൻസി അവിടെ വരുന്നുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ്, ഇതൊക്കെ ഓരോ അലൈഡ് മേഖലയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞത് ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക? സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിന് ബാംഗ്ലൂർ വേക്കൻസിയാണ്, 18 അൺറിസർവ്ഡ് ഉണ്ട്. SC, ST, ദെൻ ടോട്ടൽ 39 വേക്കൻസികൾ അതിന് വരുന്നുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ, ഇലക്ട്രിക്കൽ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട്, ടോട്ടൽ RRB ബംഗളൂരുവിൽ 174 അൺറിസർവ്ഡ് വേക്കൻസി ഉണ്ട്. 58 SC വേക്കൻസി, ST 33, ടോട്ടൽ വേക്കൻസി വരുന്നത് OBC 89 ഉണ്ട്, EWS 43 ഉണ്ട്. ടോട്ടൽ വേക്കൻസി വരുന്നത് 397 വേക്കൻസി RRB ബംഗളൂരുവിലുണ്ട്. അപ്പോൾ ഓരോന്നിനും വേക്കൻസി നിങ്ങൾ തന്നെ കൺസിഡർ ചെയ്യുക. ഇതിന് എത്ര ഉണ്ട്, മെക്കാനിക്കലിന് എത്ര ഉണ്ട്, സിവിലിന് എത്ര ഉണ്ട്, നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നോക്കിയ ശേഷം ഇതിന് അപ്ലൈ ചെയ്യുക. പിന്നെ താഴേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഏതാ വരുന്നത്? പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് നമുക്കറിയാം, പിന്നീട് വരുന്നത് ചെന്നൈയാണ്. ചെന്നൈ ഒരു ഏതാണ്ടൊരു ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ചെന്നൈയുടെ വേക്കൻസി നമുക്ക് നോക്കാം. അതെ, ഗുവാഹത്തി കഴിഞ്ഞിട്ട് ഏറ്റവും പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ചെന്നൈയിലും ഏതാണ്ട് 300-ലേറെ വേക്കൻസികൾ നമ്മൾ ചെന്നൈയിലും കണ്ടിരുന്നു. അപ്പോൾ മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത്. മുംബൈയിൽ ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 1377 വേക്കൻസി മുംബൈയിൽ നമ്മൾ കാണുന്നുണ്ട്. ചെന്നൈയുടെ വേക്കൻസികളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ളത് ഞാൻ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് RRBയിലേക്കും അപ്ലൈ ചെയ്യാം. ഒന്നിലധികം RRBകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാകും എന്നുള്ള രീതിയിലും റെയിൽവേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കലിനും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിലിന് വേക്കൻസി ഉണ്ട്. ദെൻ മെക്കാനിക്കലിന് വേക്കൻസി ഉണ്ട്. ദെൻ സിഗ്നൽസിന് വേക്കൻസി ഉണ്ട്. CMA കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റിനും CMAയ്ക്കും ചെന്നൈയിൽ വേക്കൻസി ഉണ്ട്. ടോട്ടൽ 652 വേക്കൻസിയാണ് ചെന്നൈയിലുള്ളത്. അതിൽ 273 എണ്ണം ജനറൽ കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് ആണ്. 91 SC, 54 ST, 147 OBC, 87 EWS. ഇങ്ങനെയാണ് വേക്കൻസികളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അടുത്തുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം RRB തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ചുകൂടി ഇവരുടെ അത്രയും വേക്കൻസികൾ RRB തിരുവനന്തപുരത്ത് ഇല്ല. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്. അതിൽ 5 വേക്കൻസി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ കുറേ 1-2 പോസ്റ്റുകളുണ്ട്. അതിൽ സിവിലുണ്ട്. സിവിൽ വേ ആൻഡ് ബ്രിഡ്ജ് ഉണ്ട്. വർക്ക്സ് ആൻഡ് റിസർച്ച് ജൂനിയർ എഞ്ചിനീയർ സിവിലിനും വേക്കൻസി ഉണ്ട്. 13ഉം 4ഉമായിട്ടൊക്കെ അൺറിസർവ്ഡിന്. ദെൻ ടോട്ടൽ 28ഉം 22ഉം ഒക്കെ വരുന്നുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലും എവിടെയുണ്ട്? തിരുവനന്തപുരത്ത് RRB തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. 10 വേക്കൻസി അൺറിസർവ്ഡിന്. ദെൻ 6 SC, 4 ST, OBC 3, EWS 3, ടോട്ടൽ 26 വേക്കൻസി അങ്ങനെ വരുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ S&T സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിനും വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ RRB തിരുവനന്തപുരത്ത് 45 വേക്കൻസിയാണ് ആർക്കുള്ളത്? ജനറൽ കാറ്റഗറിക്കുള്ളത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ സിവിലും മെക്കാനിക്കലുമായിട്ടൊക്കെ അത് ഡിവൈഡ് ചെയ്യപ്പെടും. ദെൻ 10 STക്ക്, OBC 18 SC, 10 ST, OBC 32, 16 വേക്കൻസി EWS ഉണ്ട്. ടോട്ടൽ 121 വേക്കൻസിയാണ് RRB തിരുവനന്തപുരത്തുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ വേക്കൻസിയുടെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ RRBകളിലാണ് വേക്കൻസികൾ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി പിൽക്കാലം വരുന്നതാണ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സിലബസ്
ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് നോട്ടീസിൽ ഞാനത് വായിച്ചില്ലെന്നേ ഉള്ളൂ. ഓരോ ബ്രാഞ്ചിന്റെ ഇപ്പോൾ സിവിലിന്റെ ആണെങ്കിലും മെക്കാനിക്കലിന്റെ ആണെങ്കിലും ഇലക്ട്രിക്കലിന്റെ ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്നിക്കൽ എബിലിറ്റീസ് എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള സിലബസും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ വായിച്ച് നോക്കുക. I+ ഈ പരീക്ഷയ്ക്കായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CBT 1-നും കോച്ചിങ് ഉണ്ട്, CBT 2-ൽ മെക്കാനിക്കലിന് നമുക്ക് കോച്ചിങ് ഉണ്ട്, സിവിലിനും കോച്ചിങ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങുക. റെയിൽവേയിലെ ഏറ്റവും മികച്ച ജോലിയിലേക്ക് നടന്നെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.